വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. രാജ്യത്തെ ആദ്യ പോർട്ടബിൾ ABC സെന്റർ തുറന്നു. തെരുവുനായ ശല്യം ലഘൂകരിക്കുന്നതിന് വേണ്ടി നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ സ്ഥാപിച്ച പോർട്ടബിൾ ABC സെന്റർ രാജ്യത്തിന് മാതൃകയാണെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടബിൾ ABC സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ പൈലറ്റ് പ്രോജക്റ്റായി സ്ഥാപിച്ച പോർട്ടബിൾ ABC സെന്റർ പൂർണ്ണമായും പരിസ്ഥിതി പൊതുജന സൗഹൃദത്തിലാണ് സജ്ജീകരിക്കുന്നതെന്നും ഇത് കേരളത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മൃഗസംരക്ഷണ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ABC സെന്റർ സ്ഥാപിച്ചിട്ടുള്ളത്. നെടുമങ്ങാട് നഗരസഭയുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ കാവ എന്ന സംഘടനയുടെ സഹകരണത്തോടെ ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡിന്റെ CSR ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. ഒരു പ്രദേശത്ത് നിശ്ചിത ദിവസം ക്യാമ്പ് ചെയ്ത് ആ പ്രദേശത്തെ പരമാവധി തെരുവു നായ്ക്കളെ വന്ധീകരിക്കുകയും അതിനുശേഷം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ച് വന്ധീകരണ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യുന്ന തരത്തിലാണ് സെന്റർ പ്രവർത്തിക്കുക. ഡോക്ടർമാർ അടങ്ങുന്ന ഒരു ടീം ഒരു ദിവസം 7 മുതൽ 10 വരെ തെരുവു നായ്ക്കളെ വന്ധീകരിക്കും. സെന്ററിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമുള്ള വെറ്റിനറി സർജന്മാരെയും ഓപ്പറേഷൻ തിയേറ്റർ അറ്റൻഡർമാരെയും വന്ധീകരണത്തിനു ശേഷം നായ്ക്കളെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഡോഗ് ഹാൻഡ്ലേഴ്സിനെയും ഡോഗ് ക്യാച്ചേഴ്സിനെയും നിയമിച്ചിട്ടുണ്ട്. ജനറേറ്റർ സൗകര്യത്തോടു കൂടിയ എയർ കണ്ടീഷൻ ചെയ്ത ഓപ്പറേഷൻ തിയേറ്ററാണ് പോർട്ടബിൾ സെന്ററിൽ ക്രമീകരിച്ചിരിക്കുന്നത്. വന്ധീകരിച്ച നായ്ക്കളെ പോർട്ടബിൾ സെന്ററിനോട് ചേർന്ന് പ്രത്യേകമായി സ്ഥാപിച്ചിട്ടുള്ള കൂടുകളിൽ 4 മുതൽ 5 ദിവസം വരെ പാർപ്പിച്ച് ആവശ്യമുള്ള ശുശ്രൂഷയും ഭക്ഷണവും പരിചരണവും പേവിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ് നൽകിയതിനു ശേഷം അവയെ പിടിച്ച അതേ സ്ഥലത്ത് തിരികെ വിടും. മാതൃകയാകുന്ന തരത്തിൽ ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇത്തവണ ഒരു പോർട്ടബിൾ ABC സെൻ്ററാണ് ഇന്ന് നെടുമങ്ങാട് ആദ്യമായി നാം ഉദ്ഘാടനം ചെയ്യപ്പെടുവാൻ പോകുന്നത്. നമുക്കറിയാം പലയിടവും പോർട്ടബിൾ ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചോ നീട്ടിയോ കൊണ്ടുപോകുന്നതൊന്നല്ല. ഇത് നമ്മുടെ കേരളത്തിലെ ഏത് പഞ്ചായത്തുകളിലും നമുക്ക് കൊണ്ടുവന്നിടുവാനും ആ പഞ്ചായത്തിൻ്റെ വാർഡുകളിൽ നമുക്കറിയാം ഇപ്പോൾ നായ്കടി ഏറ്റവും അധികം ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. അത് വയസ്സ് എന്നുവരെ നായ്ക്കൾ കടിക്കുന്നു, കുഞ്ഞുങ്ങളെ കടിക്കുന്നു. ഏജ് വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഇത് ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഈ കേരളത്തിൽ ABC സെൻ്ററുകൾ സ്ഥാപിതമാകുവാൻ പോകുന്നിടത്തൊക്കെ തന്നെ ജനങ്ങളുടെ ശക്തമായ എതിര് ഉണ്ട് എന്നുള്ളത് ഞങ്ങളുടെ തന്നെ ചില ഞങ്ങളുടെ ജില്ലയിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ കൊല്ലത്ത് തന്നെ ഒട്ടേറെ എടുത്ത് പോയപ്പോൾ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. പക്ഷേ അവിടെയൊന്നും ഞങ്ങൾ നിർത്തിവെച്ചില്ല. അവിടെയൊക്കെ തന്നെ പോലീസിൻ്റെ സാന്നിധ്യം വേണ്ടുന്നിടത്ത് പോലീസിൻ്റെ സാന്നിധ്യം ഉൾപ്പെടെ കൊണ്ടുവന്ന് നിന്നുകൊണ്ടാണ് അതിൻ്റെയൊക്കെ തറക്കല്ലിടിയിൽ നടത്തിയത്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇനി ABC സെൻറ്റർ സ്ഥാപിതമാകുവാനുള്ളത് വയനാട് ജില്ലയും അതുപോലെ ഇടുക്കി ജില്ലയും മലപ്പുറം ജില്ലയിലുമാണ്. അവിടെയൊക്കെ സ്ഥല സൗകര്യങ്ങൾ അവർ എടുത്തു വരുന്നതേ ഉള്ളൂ. ബാക്കി എല്ലാ ജില്ലകളിലും നമ്മൾ ABC സെൻറ്റർ വ്യാപകമായ നിലയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കറിയാം എല്ലായിടവും ഇപ്പോൾ ഒരുപോലെ നായ്പിടുത്തം നടക്കുന്നു എന്ന് ചോദിച്ചാൽ അതില്ല. കേരളത്തിൽ ഒട്ടേറെ നായ്ക്കൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 3000 അടുത്ത് നായ്ക്കൾ ഇന്ന് തെരുവ് നായ്ക്കളാണ്. 8000-ലധികം നായ്ക്കൾ ഇന്ന് നമ്മുടെ വളർത്തു നായ്ക്കളാണ്. അപ്പോൾ ഈ നായ്ക്കളെ മുഴുവൻ, അത് പ്രത്യേകിച്ചും തെരുവിൽ കിടക്കുന്ന മുഴുവൻ നായ്ക്കളെയും കൊണ്ടുവന്ന് വന്ധീകരിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം തീർച്ചയായിട്ടും വന്ധീകരിക്കുന്നില്ല, ഇതൊന്നും നടപ്പിലാക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഒട്ടേറെ ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷേ വളരെ കൃത്യതയോടുകൂടി നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിന് വേണ്ടുന്ന പ്രോജക്റ്റുകൾ വയ്ക്കുവാൻ ഒരു നായയെ തന്നെ വന്ധീകരിച്ച് നമുക്ക് പുറത്തു കൊണ്ടുവിടണമെങ്കിൽ 2200 രൂപ നമുക്ക് കൊടുക്കേണ്ടി വരും. അത്രയും തുക ഒരു നായ്ക്ക് വേണ്ടി ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാറ്റിവെക്കണമെന്നുള്ളതാണ്. ഡോക്ടർ ശ്രീകുമാർ സാർ ആയിരിക്കും എന്നതിൽ സംശയമില്ല. ആദരവ് ഏറ്റുവാങ്ങൽ പദ്ധതി നടപ്പിലാക്കുവാനായി IIL, കാവ, മിഷൻ റാബീസ് എന്നീ സംഘടനകളുടെയും ഡിപ്പാർട്ട്മെന്റിന്റെയും ലേസൺ ഓഫീസറായി മാഡം പ്രവർത്തിച്ചിരുന്നു. ഏറ്റവും പ്രധാനമായി IIL, LSDD, കാവ, AHD എന്നിവയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പദ്ധതി ഡോക്ടർ ശ്യാംലാൽ, അസിസ്റ്റന്റ് ഡയറക്ടർ, ഡയറക്ടറേറ്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറി. Thank you for watching.